ഇനി ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക. ഈ 18 മാസം കുടിശ്ശികയാക്കിയവരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലും ഒക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താ? അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു. അത് തോമസ് ഐസക്കിന്റെ തന്നെ നമ്മുടെ ശ്രീ എം സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് 26/4/2017. അന്നത്തെ അദ്ദേഹം പറയുന്നത് അതെ അദ്ദേഹം തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. അത് പ്രകാരമാണെങ്കിൽ പിന്നെ 3 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അതായത് ഇത് നിയമസഭ ഉത്തരമാണ്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് 1389 കോടി രൂപയാണെന്നാണ്. ഷാഫിക്ക് അറിയാലോ, 18 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ 4500 5000 കോടി രൂപ വേണ്ടിവരുമായിരുന്നു. ആ സ്ഥാനത്ത് ഇവർ 1389 കോടി ഇവര് പോലും പറയുന്നത് കുടിശ്ശികയായി കൊടുത്തുള്ളൂ. ഇനി പോട്ടെ, ഇത് അദ്ദേഹത്തിന്റെ 2016-2017 ബഡ്ജറ്റാണ്, പുതുക്കിയ ബഡ്ജറ്റ്. അതിൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ 1000 കോടി രൂപയാണ്. പിന്നെ KM മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകള് 18 മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കും? അത് തന്നെ വളരെ വ്യക്തമാണ്. 18 മാസം കേരളത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ആ കാലയളവിൽ നടന്നിട്ടുണ്ടാവും. കുടിശ്ശികക്ക് കാരണം DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തതും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ വിതരണം ചെയ്ത് ലഭിക്കാതെ പോയതും കുടിശ്ശികക്ക് കാരണമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ 3 മാസത്തെ കുടിശ്ശികക്ക് അതും കൂടെ കാരണമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ 18 മാസത്തെ